വീട്ടിൽ നമുക്ക് നല്ല പ്രാർത്ഥന ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കുടുംബം ദൈവാശ്രയത്വത്തിലായിരുന്നു. ആണോ? സങ്കടങ്ങൾ വന്നപ്പോൾ അപ്പനും അമ്മയും മക്കളും കൂടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. സങ്കടങ്ങൾ വന്നപ്പോൾ പണ്ട്. ഇപ്പൊ കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാതായി. ഉള്ള കുടുംബങ്ങളിലും അത് സൈലന്റ് പ്രയറുകളായി മാറി. നമ്മൾ സൈലന്റ് ആയാൽ സാത്താൻ സംസാരിക്കും. കുടുംബ പ്രാർത്ഥന ഇല്ലാണ്ടായാൽ സാത്താൻ സംസാരിക്കും. പ്രശ്നങ്ങളാകും മൊത്തം. ഇനിയിപ്പോൾ നമുക്കുള്ള വലിയ വിഷമമാണ്. പല ചേച്ചിമാർ ഈ വിഷമം പറഞ്ഞിട്ടുണ്ട്. കെട്ടിയവൻ പ്രാർത്ഥനയ്ക്ക് കൃത്യസമയത്ത് വരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. മക്കൾ വഴിതെറ്റി നടക്കുകയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ വീട്ടിൽ ഒരൊറ്റ ആൾ മതി പ്രാർത്ഥിക്കാൻ. ഒരൊറ്റ ആൾ മതി, ഒറ്റ ആൾ മതി ആ വീട് രക്ഷപ്പെടാൻ വേണ്ടി. ചേട്ടൻ വരുന്നില്ല, ചേച്ചി വരുന്നില്ല, മക്കളിരിക്കുന്നില്ല, പേരൻസ് ഇരിക്കുന്നില്ല. വലിയപ്പച്ചൻ ആ സമയത്താണ് മരുന്ന് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയ്ക്ക് 7 മണിക്ക് അമ്മച്ചി, ചേച്ചി, ചേട്ടത്തി, ചേട്ടൻ ഇരിക്കുക, ബാക്കിയുള്ളവർ വന്നിരിക്കും, അവരപ്പുറത്തിരിക്കും ഇപ്പുറത്തിരിക്കും. ചേട്ടൻ ഒരൊറ്റ ആൾ മതിയെന്ന്. അത് കുടുംബ പ്രാർത്ഥനയായിട്ട് വളർന്നു വരും. ആ വീട്ടിൽ പ്രാർത്ഥിക്കണം എന്നുള്ള ബോധമുള്ള ഒരൊറ്റ ആൾ നീ ആണെങ്കിൽ നീ പ്രാർത്ഥിച്ചേ മതിയാവും.